ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാക്ക് ഇൻ വിക്ടറി, വിജയത്തിൽ നടക്കുക. ഹാനോക്ക് ദൈവത്തോട് നടന്നു. ഹാനോക്ക് ജയവീരനായി നടന്നു. നോഹ ദൈവത്തോട് നടന്നു. നോഹയും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചു. നമുക്കും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം. നമുക്കും ദൈവത്തോടുകൂടെ നടക്കണം. ദൈവത്തോട് നടക്കുക. വാക്ക് ഇൻ യൂണിറ്റി, ഐക്യത്തിൽ നടപ്പീൻ. വാക്ക് ഇൻ പ്യൂരിറ്റി, വിശുദ്ധിയിൽ നടപ്പീൻ. വാക്ക് ഇൻ ഹാർമണി, സംയോജ്യതയിൽ നടപ്പീൻ. വാക്ക് ഇൻ വിക്ടറി, വിജയത്തിൽ നടപ്പീൻ. ദൈവത്തോട് നടക്കുന്നുവെങ്കിൽ വിജയത്തിൽ നടക്കും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിന്തിച്ചത്. ദൈവത്തോട് നടക്കുന്നുവെങ്കിൽ വിജയത്തിൽ നടക്കും. വാക്ക് ഇൻ വിക്ടറി. പരിഭ്രമിച്ച് നിൽക്കുകയായിരുന്നു. കുറച്ച് പേരൊന്നുമല്ല, 6 ലക്ഷം പേര് പരിഭ്രാന്തരായി നിൽക്കുകയാണ്. മുന്നോട്ടുള്ള വഴി അടഞ്ഞു നിൽക്കുന്നു. മുന്നിൽ ചെങ്കടൽ, നോക്കിയാൽ നോക്കത്താത്തത്ര ദൂരത്തിൽ വെള്ളത്തിൻ്റെ പെരും പരപ്പ്. ആ പെരുവെള്ളത്തെ നോക്കിക്കൊണ്ട് അവർ അമ്പരന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ മരിക്കുമെന്ന് ഉറപ്പാണല്ലോ. ചെങ്കടൽ, പിറയിൽ കുതിരക്കുളമ്പടി ശബ്ദം. ഫറോ രാജാവിൻ്റെ കാലാൾപ്പടയും കുതിരപ്പടയും എല്ലാം പാഞ്ഞു വരികയാണ്. ഹിംസിക്കും, കൊല്ലും. എല്ലാവരെയും അവിടെ ആ ചെങ്കടൽ തീരത്ത് വെട്ടിയിടും. എന്തു ചെയ്യും? എന്തു ചെയ്യും? മുന്നോട്ടും പാടില്ല, പുറകോട്ടും പാടില്ല. ജനം അമ്പരപ്പിൽ നിൽക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. അവർ ഭാരത്തോടെ പറഞ്ഞു, മോശയോട് പറഞ്ഞത് എങ്ങനെയാണ്? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 11-ാം വാക്യം മുതൽ. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? എന്ത് കഷ്ടമാണ് ഞങ്ങളോട് ചെയ്തത്? മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഈ ചെങ്കടൽ തീരത്തേക്ക് കൊണ്ടുവന്നത് കൊല്ലാൻ? മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തതെന്ത്? നീ ഞങ്ങളെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നു. എന്ത് കഷ്ടമാണ് ഞങ്ങളോട് ചെയ്തത്? എന്തിന് ഞങ്ങളോട് ഈ ദ്രോഹം ചെയ്തു? മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? അവിടെ അടിമപ്പണി ചെയ്തോളാമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ കഷ്ടപ്പെട്ടോളാം എന്നല്ലേ പറഞ്ഞത്? അവിടെ അടിമപ്പണി ചെയ്ത് ജീവിച്ചോളാമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ? എന്തിന് ഞങ്ങളെ വിടുവിച്ചുകൊണ്ട് വന്നു? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, നിങ്ങൾക്ക് കനാൻ ദേശം തരാം, പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ ഞങ്ങളെ വ്യാമോഹിപ്പിച്ച് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിന് ഞങ്ങളെ പുറപ്പെടുവിച്ചു? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഈ മരുഭൂമിയിൽ മരിച്ചു വീഴുന്നതിനേക്കാൾ മിസ്രയീമിൽ അവിടെ അടിമപ്പണി ചെയ്യുകയായിരുന്നു ഞങ്ങൾക്ക് നല്ലത്. മോശ ദൈവ തിരുമുഖത്തേക്ക് നോക്കി. മോശ ആ വെറും തറയിൽ മുട്ടുകുത്തി. മോശ വിതുമ്പി കരഞ്ഞു. മോശ മുകളിലേക്ക് നോക്കി. അദൃശ്യനായ ദൈവത്തിൻ്റെ തിരുമുഖശോഭ കാണാൻ മോശ അമ്പരപ്പോടെ നോക്കി. മോശ ആവേശത്തോടെ നോക്കി. മോശ സ്നേഹവായ്പോടെ നോക്കി. മോശ പ്രതീക്ഷയോടെ നോക്കി. മോശ പ്രത്യാശയോടെ നോക്കി. കർത്താവേ, അന്ന് ആ സീനായ് മലയുടെ മുൾപ്പടർപ്പിൽ വെച്ച് തീയുടെ നടുവിൽ നിന്ന് എന്നോട് അരുളി ചെയ്ത ശബ്ദം എനിക്കൊന്നുകൂടി കേൾക്കാൻ അവസരം തരുമോ? അന്ന് ആ മുൾപ്പടർപ്പിൽ നിന്ന് എന്നെ മോശേ മോശേ എന്ന് പേർ ചൊല്ലി വിളിച്ച ആ ശബ്ദം, എന്നെ ആകെ ഇളക്കി മറിച്ച ആ ശബ്ദം, എൻ്റെ ഉള്ളത്തെ തൊട്ടുണർത്തിയ ആ ശബ്ദം ഒന്നുകൂടി കേൾക്കാൻ ഞാനിപ്പോൾ അമ്പരപ്പിലായല്ലോ. ഈ ജനം കരയുന്നല്ലോ, ഈ ജനം വലയുന്നല്ലോ. ഞാൻ എന്തു വേണ്ട കർത്താവേ? മോശ മുകളിലേക്ക് നോക്കി. ഇവിടെയും പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറഞ്ഞത്? 15-ാം വാക്യം. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചത്, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. നീ എന്തിന് പഠിക്കണം? നിന്റെ കയ്യിൽ വടിയില്ലേ? ആ വടിയെടുക്കൂ. ആ വടി ഈ ചെങ്കടലിന് നേരെ നീട്ടുക. നീ മുന്നോട്ട് പോകാൻ ജനത്തോട് കൽപ്പിക്കുക. മോശയ്ക്കൊന്നും മനസ്സിലായില്ല.
ദൈവം പറയുന്നതിൻ്റെ പൊരുൾ എങ്ങനെ മനസ്സിലാകാനാണ്? ആത്മീയം മനുഷ്യന് മനസ്സിലാകുമോ? ആത്മീയ രഹസ്യങ്ങൾ ഭൂമിയിലെ മനുഷ്യന് മനസ്സിലാകുമോ? ആത്മാവിൻ്റെ ശബ്ദം ഭൂമിയിലെ ഭാഷയ്ക്ക് തിരിയുമോ? മോശയ്ക്ക് മനസ്സിലായില്ല. പക്ഷേ മോശ ഒരു കാര്യം ചെയ്തു. മനസ്സിലായില്ലെങ്കിലും മോശ അനുസരിച്ചു. മോശ കയ്യിൽ വടി, ആ വടി നേരെ ചെങ്കടലിന് നേരെ നീട്ടി. ദൈവത്തിന് സ്തോത്രം. അത്ഭുതം. പനമ്പ് തെറുക്കുന്നത് പോലെ, പായ് തെറുക്കുന്നത് പോലെ ചെങ്കടലിലെ വെള്ളം രണ്ട് ഭാഗത്തേക്കുമായി ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് മാറുന്നു. അത് 2 or 3 അല്ല, 10 or 15 അടിയല്ല, മൈലുകൾ മാറുകയാണ് വെള്ളം. കാരണം മൈലുകൾ മാറിയെങ്കിലല്ലേ 600,000 കയറി പോകാൻ പറ്റൂ. 6 ലക്ഷം പേരാണ് പോകുന്നത്. 10 or 500 പേര് പോയാൽ തന്നെ എന്തോരം സ്ഥലം വേണം? 10 or 10,000 പോയാൽ എന്തായിരിക്കും സ്ഥലം വേണ്ടത്? ഇത് 6 ലക്ഷം, 600,000 പേരാണ് പോകേണ്ടത്. ഈ കണ്ട ജനത്തിന് പോകുവാൻ അവിടെ ചെങ്കടലിൽ വിശാലമായ വഴിയൊരുങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരാജയ ഭീതിയോടെ നിന്ന് ബഹുജനങ്ങളുടെ മുന്നിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പരാജയത്തിൻ്റെ ഭീതി മാറ്റി ദൈവം വിജയത്തിൻ്റെ അത്ഭുതം ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് ജീവിതത്തിൽ പരാജയപ്പെട്ട് മനസ്സ് നൊന്തിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? തീർന്നു എൻ്റെ ജീവിതം, ആശയറ്റു എൻ്റെ ജീവിതം, പ്രതീക്ഷ നശിച്ചു എൻ്റെ ജീവിതം, സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങി എൻ്റെ ജീവിതം, ഇനി മുന്നോട്ട് എനിക്ക് ഗതിയില്ല, എൻ്റെ ഭാവി ഇരുളടഞ്ഞില്ലേ, ഇനി എനിക്ക് നല്ല കാലം വരാൻ പോകുന്നുണ്ടോ, എൻ്റെ പേരെല്ലാം പോയില്ലേ, എൻ്റെ അഭിമാനം പോയില്ലേ, എൻ്റെ സൽപ്പേര് പോയില്ലേ, എൻ്റെ കുടുംബമഹിമ പോയില്ലേ, എൻ്റെ ആരോഗ്യം പോയില്ലേ, എൻ്റെ സഹപ്രവർത്തകരെന്നെ വിട്ടുപോയില്ലേ, എനിക്ക് ആരുണ്ട്, എന്നെ താങ്ങാൻ ആരുണ്ട്? ആരുമില്ല, ഞാൻ ആരോരുമില്ല, തുണയറ്റവനായി, ഞാൻ ഇണയറ്റവനായി തീർന്നില്ലേ? ഭാരത്തോടിരിക്കുന്നവരെ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. ജീവനുള്ള ദൈവം നിങ്ങളെ അത്ഭുതമായി നടത്താൻ മതിയായവനായി നിങ്ങളുടെ മുന്നേ നിൽക്കുന്നുണ്ട്. ഭാരപ്പെടേണ്ട, നിങ്ങൾ പതറിപ്പോകേണ്ട. നിങ്ങൾക്കിനിയും നല്ല ഭാവിയുണ്ട്. നിങ്ങൾക്ക് മനോഹരമായ കനാൻദേശമുണ്ട്. നിങ്ങളുടെ മുന്നിൽ വിശാലമായ കനാൻദേശമുണ്ട്. പാലും തേനും ഒഴുകുന്ന കനാൻദേശമുണ്ട്. വൈതരണികൾ കടക്കേണ്ടി വരും, ശരിയാണ്. ചില ദുർഘടങ്ങളെ നേരിടേണ്ടി വരും, ശരിയാണ്. ചില പ്രതിസന്ധികളെ കടക്കേണ്ടി വരും, ശരിയാണ്. ചില പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരും, സത്യമാണ്. എന്നാൽ നിങ്ങൾ കേൾക്കൂ, നിങ്ങളെ ജയിപ്പിക്കാൻ മതിയായ ജയശാലിയായ ക്രിസ്തു നിങ്ങളുടെ അരികത്ത് നിന്നുകൊണ്ട് പറയുന്നു, മുന്നോട്ട് പോയിക്കൊള്ളൂ, പതറേണ്ട, മുന്നോട്ട് പോയിക്കൊള്ളൂ, പുറകോട്ട് കാലെടുത്ത് വെക്കേണ്ട, മുന്നോട്ട് എടുത്ത് വെച്ച കാലം മുന്നോട്ട് തന്നെ, ഒരു ചൂട് പോലും പുറകോട്ട് വെക്കേണ്ട, പിറകിലേക്ക് നോക്കണ്ട, പിറകിലെ പരാജയങ്ങളിലേക്ക് നോക്കണ്ട, പിറകിലെ വീഴ്ചകളിലേക്ക് നോക്കണ്ട, പിറകിൽ വന്നു പോയി തോൽവികളിലേക്ക് നോക്കണ്ട, മുന്നോട്ട് പോയിക്കൊള്ളൂ, ജയത്തിൻ്റെ പടവുകൾ കയറിക്കൊള്ളൂ, ജയിച്ച് മുന്നേറാൻ ഞാൻ നിന്നോടുകൂടി ഇരിക്കാമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഇരിക്കാമെന്ന് പറയും ദൈവത്തെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ആ വലം കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ. നീ വെള്ളത്തിൽ കൂടി കടങ്ങുമ്പോൾ അത് നിൻ്റെ മീതെ കവിയുകയില്ല. നദികളിൽ കൂടി കടക്കുമ്പോൾ നദിയിലെ പെരുവെള്ളം നിൻ്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എൻ്റെ ദയ നിന്നിൽ നിന്ന് മാറിപ്പോകുകയില്ല. ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് നിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. മറക്കാത്തൊരു ദൈവമുണ്ട്, സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്, കരുതുന്നൊരു ദൈവമുണ്ട്, കാക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി എല്ലാ വിണയ്ക്കും ഒരുക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. മോനെ, നിൻ്റെ രോഗം അവനറിയാം, നിൻ്റെ മനസ്സിൻ്റെ വേദന അവനറിയാം, കുഞ്ഞെ നിൻ്റെ ഹൃദയത്തിൻ്റെ ദുഷാദം അവനറിയാം, മോളെ നിൻ്റെ ഹൃദയത്തിൻ്റെ പ്രയാസം അവനറിയാം, നിൻ്റെ കുടുംബത്തിലെ ക്ലേശം അവനറിയാം. അവനെല്ലാം അറിയുന്നുണ്ട്. അവൻ അറിയാതെ ഒന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. അവനെല്ലാം കാണുന്നുണ്ട്. അവനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ നിർവഹണത്തിലേക്ക് നിന്നെ നയിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു വലിയ പദ്ധതി അവൻ്റെ മുന്നിലുണ്ട്. ആ പദ്ധതി എന്ത് എന്ന് നിനക്ക് കാണിച്ചു തരുവാനായിട്ട് അവൻ നിന്നെ നയിച്ചുകൊണ്ട് പോവുകയാണ്. സ്വർഗീയ പദ്ധതി, സ്വർഗത്തിൻ്റെ വിശാലമായ പദ്ധതി, സ്വർഗത്തിൻ്റെ അത്ഭുതകരമായൊരു പദ്ധതി നിന്നിൽ നിറവേറ്റാൻ അവൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പരാജയമാണെന്നാണ് വിചാരിച്ചത്. ഇല്ല, പരാജയമില്ല, ജയമുണ്ടെന്നാണ് പറയുന്നത്. ജയിപ്പിക്കാമെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കൂടെ ഇരിക്കാമെന്നാണ് പറയുന്നത്. നോഹ ദൈവത്തോട് നടന്നു, ഹാനോക്ക് ദൈവത്തോട് നടന്നു. ദൈവത്തോട് നടക്കുന്നവർ ജയശാലികളായി നടക്കും, അവർ ജയാളികളായി നടക്കും, അവർ ജേതാക്കളായി നടക്കും, അവർ വിക്ടോറിയസ് ലിവിങ് അനുഭവിക്കും, അവർ ജയജീവിതം അനുഭവിക്കും. ദൈവത്തിന് സ്തോത്രം. നാളിതുവരെ ജയജീവിതം അനുഭവിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. എൻ്റെ ദൈവമേ, ആ
ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. എനിക്ക് ജയിക്കാൻ സാധിക്കുകയില്ല കർത്താവേ, എനിക്ക് ജയിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ എനിക്ക് സാധിക്കില്ലെങ്കിലും നിനക്കെന്നെ ജയിപ്പിക്കാൻ സാധിക്കും. സ്തോത്രം. നിങ്ങൾ തോൽവിയുടെ ആ ചെറിയ ഒരു ചിന്ത വരുമ്പോഴേക്കും പെട്ടെന്ന് നിങ്ങൾ എടുത്തു പറഞ്ഞുകൊള്ളണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, അവനാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. സ്തോത്രം. എന്താണ്? നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിന് സ്തോത്രം. 18 സങ്കീർത്തനത്തിലെ വാക്യമുണ്ട്. 18 സങ്കീർത്തനം എടുക്കൂ, നമുക്ക് വായിക്കാം. 28 വാക്യം. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഇപ്പോൾ കെട്ടിരിക്കുകയാണ്, പക്ഷേ കത്തിച്ചു തരാമെന്ന്. ഇപ്പോൾ കെട്ടിരിക്കുകയാണ്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ദൈവത്തോട് പറയുകയാണ്. ദൈവ ഇതിൻ്റെ ധൈര്യം നോക്കൂ, ദാവീദിൻ്റെ ധൈര്യം നോക്കൂ. ഇന്ന് എൻ്റെ ദൈവം കെട്ടിരിക്കുകയാണ്, ഇന്ന് ഞാൻ തോൽവി അടഞ്ഞവനാണ്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. അടുത്ത വാക്യം. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇന്നെനിക്ക് കടക്കാവുന്നൊരു മതിലല്ല, ഞാൻ ചാടിയാൽ കടക്കില്ല. പക്ഷേ എനിക്ക് കടക്കാൻ വയ്യ, പക്ഷേ എൻ്റെ ദൈവത്താൽ എനിക്ക് സാധിക്കും. എൻ്റെ ദൈവത്താൽ. സഹോദരങ്ങളെ, മാനുഷിക ബുദ്ധി അനുസരിച്ച് എനിക്ക് പരീക്ഷ പാസ്സാകാൻ സാധിക്കില്ല, പക്ഷേ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. മാനുഷിക ബുദ്ധി അനുസരിച്ച് എൻ്റെ കട തീരാൻ സാധ്യതയില്ല, ഒരു സാധ്യതയുമില്ല. പക്ഷേ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. മാനുഷിക ബുദ്ധി അനുസരിച്ച് ഒരു കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല, ഒരു സാധ്യതയുമില്ല. പക്ഷേ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. മാനുഷിക ബുദ്ധി അനുസരിച്ച് എനിക്കൊരു വിവാഹം നടക്കാൻ സാധ്യതയില്ല, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. മാനുഷിക ബുദ്ധി അനുസരിച്ച് എനിക്ക് ആ ഓഫീസിൽ ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ല, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. മാനുഷിക ബുദ്ധി അനുസരിച്ച് എനിക്ക് ഉയർന്ന പരീക്ഷ പാസ്സാകാൻ ഒക്കുകയില്ല, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിന് സ്തോത്രം. മാനുഷിക ബുദ്ധി അനുസരിച്ച് ഈ രോഗത്തിൻ്റെ, ഈ തീരാരോഗത്തിൻ്റെ ബാധയിൽ നിന്ന് ഞാൻ സൗഖ്യപ്പെടാൻ ഒരു സാധ്യതയുമില്ല. ഡോക്ടേഴ്സ് കൈവിട്ടു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നിങ്ങൾ പറയൂ, നിങ്ങളുടെ ശരീരത്തിൽ രോഗം അരിച്ചരിച്ച് കയറുമ്പോൾ, ശരീരം ക്ഷീണിച്ച് വരുമ്പോൾ, നിങ്ങൾ തളർന്നു പോകുമ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്ക്, നിങ്ങൾക്ക് പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് നിങ്ങൾ ശാന്തമായിരുന്നിട്ട്, നിങ്ങൾ ഏകാഗ്രതയോടെ ഇരുന്നിട്ട്, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്നത് നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ നെഞ്ചത്ത് കൈ അടക്കി പിടിച്ചിട്ട് പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നിങ്ങൾ പറയൂ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നപ്പോൾ എല്ലാവരും പറയുന്നു, എല്ലാവരും ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറയുന്നു, തെറ്റാ, എഴുതിയതൊക്കെ തെറ്റാ, തോൽക്കും. പക്ഷേ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ തോൽക്കുമെന്ന് ഉറപ്പായി. പിന്നെ ഇരുന്ന് പ്രാർത്ഥനയാണ്, കർത്താവേ, എൻ്റെ ദൈവമേ, ഇപ്പോൾ പരീക്ഷ പേപ്പർ നോക്കുന്ന സമയമായിരിക്കും. എൻ്റെ കർത്താവേ, അതിനകത്ത് തെറ്റായി എഴുതിയതുപോലും ശരിയായിട്ട് തീർക്കാൻ നിനക്ക് കഴിയും. ഇതെന്തൊരു വിട്ടിത്തമാണ് ഈ മനുഷ്യൻ പറയുന്നില്ലേ? എന്തായി പറയുന്നത്? തെറ്റായി എഴുതിയത് ശരിയായി തീരുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിനക്ക് സാധിക്കും. എൻ്റെ ദൈവമേ, എനിക്ക് പരാജയപ്പെട്ടു എന്ന് വരാതിരിക്കാൻ എനിക്കൊരാശയുണ്ട്. കർത്താവേ, നീ എൻ്റെ പരീക്ഷക്കടലാസിൽ അത്ഭുതം പ്രവർത്തിക്കണം. ഞാനീ പറയുന്നത് വെറുതെ പറയുന്നതെന്നല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞു. അപ്പോൾ ഒരാഗ്രഹം ഒരു ആൺകുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ നോക്കി സ്കാൻ ചെയ്തു, പെൺകുഞ്ഞാണെന്നറിഞ്ഞു. പക്ഷെ അന്ന് മുതൽ പ്രാർത്ഥനയാണ്, കർത്താവേ, എൻ്റെ ആഗ്രഹം ഒരാൺകുഞ്ഞാകണമെന്നാണ്, ഒരാൺകുഞ്ഞിനെ കിട്ടണമെന്നാണ്. കർത്താവേ, ഡോക്ടേഴ്സ് പറയുന്നു, സ്കാനിങ് റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ്, പെൺകുഞ്ഞാണ്. പക്ഷേ നീയെ സൃഷ്ടാവല്ലേ,
നീ മെനഞ്ഞവനല്ലേ, കർത്താവേ എനിക്കൊരാൺകുഞ്ഞാക്കി തരണം. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ഈ മനുഷ്യനൊരു വിഡ്ഢിത്തം പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതിശയങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ചുമ്മാ പറയുന്ന വാക്കുകളല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെട്ടെ. ആണായാലെന്ത് പെണ്ണായാലെന്ത്, ഒരു കുഞ്ഞിനെ കിട്ടുന്നത് ഭാഗ്യം. ഞാൻ അത്രയേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അമർന്നു കിടക്കുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. നിസ്സാരമായ ചില ആഗ്രഹങ്ങൾ പോലും മാനിക്കുകയും നിങ്ങളുടെ ചെറിയ ചെറിയ ആശകൾ പോലും നിറവേറ്റിത്തരികയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ കൊള്ളാം. ഒരദൃശ്യനായ ദൈവമുണ്ട്. ഞാനിപ്പോൾ ഇത് പറയുന്നതും കേൾക്കുന്നൊരു ദൈവമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്ത് നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ടല്ലോ. നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയവിഷാദം ഒപ്പിയെടുക്കാൻ നിൽക്കുന്നൊരു ദൈവമുണ്ടല്ലോ. നിങ്ങളുടെ ഹൃദയത്തിന് നൊമ്പരങ്ങൾ ഒപ്പിയെടുത്ത് മാറ്റാൻ നിൽക്കുന്നൊരു ദൈവമുണ്ടല്ലോ. നിങ്ങളുടെ ഭാരങ്ങൾ മാറ്റാൻ നിൽക്കുന്നൊരു ദൈവമുണ്ടല്ലോ. ജീവനുള്ള ക്രിസ്തു, അതിശയങ്ങളുടെ ക്രിസ്തു, അത്ഭുതങ്ങളുടെ ക്രിസ്തു, അവിടെ നിന്ന് ജീവിക്കുന്ന ദൈവമാണ്. കല്ലറയെ തട്ടിത്തകർത്ത് മരണത്തെ ജയിച്ച് പാതാളത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ഈ ജീവനുള്ള ക്രിസ്തുവിൻ്റെ കൂടെയാണ് നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. അവനോട് ചേർന്ന് നടക്കുന്നത് പോലെ മധുരമനോജ്ഞമായ നടപ്പേതുണ്ട്. അവനോട് ജീവിക്കുന്നത് പോലെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ നടപ്പേതുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നത് പോലെ സമാധാനവും സംതൃപ്തിയും സന്തോഷവും തിങ്ങുന്ന ഒരു ജീവിതം എവിടെയുണ്ട്? യേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുന്നത് പോലെ ഒരു ജയജീവിതം എവിടെയുണ്ട്? അതൊരു വിശ്വാസിയുടെ പദവിയാണ്. അതൊരു വിശ്വാസിയുടെ അത്ഭുതകരമായ ഒരു പദവിയാണ്. ഒരു അത്ഭുതകരമായ ആദരണീയമായ ഒരു അനുഭവമാണ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയൂ, യേശുവേ, നീ ഒരു യാഥാർത്ഥ്യമാകുന്നുവെങ്കിൽ, നീ ജീവിക്കുന്ന ദൈവമാകുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മയ്ക്കായി ഒരടയാളം തരണമേ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മയ്ക്കായി ഒരടയാളം തരണമേ. നിങ്ങൾ ചോദിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവോട് ചോദിക്കൂ, യേശുവേ, എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായി ഒരടയാളം കാണിച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മയ്ക്കായി ഒരടയാളം കാണിച്ചു തരണമേ. നിങ്ങൾ ചോദിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ. ദൈവം അപേക്ഷകൾ അംഗീകരിക്കുന്നതിനാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവം. ഈ ദൈവം ആരാണ്? ദൈവത്തിന് സ്തോത്രം. പാവപ്പെട്ട ജനം മരുഭൂമിയിൽ കൂടി കടന്നു. അവർ തളർന്നു പോയി കേട്ടോ. 3 ദിവസം ഇറ്റ് വെള്ളം വേണ്ടേ? ഇല്ല. ഒരിറ്റ് വെള്ളം ഇല്ലെന്നേ. വെള്ളമില്ല. എന്തു ചെയ്യും? കുടിക്കാൻ വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ എന്തൊരു ഉഷ്ണക്കാറ്റ്, എന്തൊരു ഭയങ്കരമായ വെയിൽ. ഈ വെയിലത്ത് വാടി തളർന്ന് മുഖം കരിവാളിച്ച് കാല് വീർത്ത് വീങ്ങി കൊമളച്ച് പാവങ്ങൾ നടക്കുകയാണ്. കുറച്ച് പേരോറ്റാണോ? 600,000, 6 ലക്ഷം പേരാണ് നടക്കുന്നത്. അവർ വലഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങി. എന്ത് ചെയ്യും? മരുഭൂമിയിലേക്ക് വരണ്ടായിരുന്നു. ആ മിസ്രൈമിലെങ്കിലും കടന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ദാണ്ടേ വന്നു, ചെങ്കടൽ കടന്നു. ഇപ്പോൾ ഈ ഊഷരമായ മരുപ്പറമ്പിൽ കഷ്ടമായിപ്പോയി. പോകുന്നത് നഷ്ടം. ഇവിടെ വെള്ളം കുടിക്കാതെ ചാകേണ്ടി വരും. വെള്ളം തൊട്ട് തരാൻ പോലും ഇല്ല. വെള്ളം കുടിക്കാതെ ചാകേണ്ടി വരും. അവരിങ്ങനെ പിറുപിറുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പിറുപിറുത്ത് വാശി പിടിച്ച് വഴക്ക് പിടിച്ച് മനസ്സ് നിരാശപ്പെട്ട് അങ്ങനെ നടക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ദാണ്ട് അങ്ങ് ദൂരെ വെള്ളം ഓളം വെട്ടുന്നു. ആരോ പറഞ്ഞു, ദാണ്ട് അങ്ങ് ദൂരെ കാണുന്നത് എന്താ? ഈ വെള്ളമാണല്ലോ. വെള്ളം ഓളം വെട്ടുന്നു. അതോ നല്ല നല്ല ചിറ്റോളങ്ങൾ, മനോഹരമായ വെള്ളം ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. സൂര്യപ്രകാശത്തിൽ വെള്ളം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നു. ജനം ആർത്തി കൊണ്ട് ഓടി ചെല്ലുന്നവർ വെള്ളം കൈക്കുമ്പിൽ കോരിയെടുത്തു. വേഗം കുടിച്ചു. കുടിക്കുന്നവർ ഛർദ്ദിക്കുന്നു. എന്തു പറ്റി? കുടിക്കാൻ മേല, കുടിക്കാൻ സാധ്യമല്ല. ഭയങ്കര കയ്പ്പ്. കുടിച്ചുപോയി, ഇറക്കാൻ വയ്യ. തുപ്പിക്കളഞ്ഞു, ഛർദ്ദിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും വിഷമിച്ചു. ചിലർ തളർന്ന് കിടന്നു, ചിലർ അവിടെ നിന്നു. ആകെ കുടിക്കാത്തതിനേക്കാളും കൂടുതൽ പ്രയാസമായി ഈ വെള്ളം കിട്ടിയത്. വെള്ളം കിട്ടി, പക്ഷേ കുടിക്കാൻ വയ്യ. കയ്യിൽ വന്നു, പക്ഷേ അനുഭവിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല. എല്ലാം കിട്ടി. ഇന്ന് അനേകരങ്ങനെയുണ്ട്. എല്ലാം കൈവശം വന്നു, പക്ഷെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല.
അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പലതും മനസ്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ആറ്റുനോറ്റ് കിട്ടിയ ഒരു കുഞ്ഞ്, പക്ഷേ ആ കുഞ്ഞ് എഴുന്നേൽക്കില്ല, നടക്കില്ല, മിണ്ടില്ല, ഭക്ഷണം കഴിക്കില്ല, ചിരിക്കില്ല, കരയില്ല, കിടന്നോളും. കുഞ്ഞിനെ കിട്ടി. ദൈവത്തിന് ആറ്റുനോറ്റൊരു ജോലി കിട്ടി, പക്ഷേ എന്നും ടെൻഷൻ. അയ്യോ, എന്നും ടെൻഷൻ. പാവം ആ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ക്യാബിനിലേക്ക് പോകണം. ആദ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലൊക്കെയായി. അവൾ ജോലി രാജിവെച്ച് പോന്നു. ജോലി കിട്ടണ്ടായിരുന്നു, ജോലി രാജിവെച്ച് പോരേണ്ടി വന്നു. അല്ലെങ്കിൽ ഉള്ള അഭിമാനം നഷ്ടപ്പെടും, ഉള്ള ആ ആന്തരികമായ സംശുദ്ധി നഷ്ടപ്പെടും. വേണ്ട, ജോലി വേണ്ട. ആറ്റുനോറ്റ് കിട്ടിയെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല. വലഞ്ഞു പോകുന്നവർ, പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവത്തിന് സ്തോത്രം. സംഭവിച്ചത് എന്താണ്? ജനം കരഞ്ഞപ്പോൾ അവിടെയും മോശ എന്ത് ചെയ്തു? പ്രവാചകൻ അവിടെയും മുട്ടുമടക്കി, ആ മരുപ്പറമ്പിൽ മുട്ടുമടക്കി, പരിവരുത്ത മണലാരണ്യത്തിൽ മുട്ടുമടക്കി, ജീവനുള്ള ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി കരഞ്ഞു. കർത്താവേ, ഈ ജനം എന്ത് കുടിക്കും? വെള്ളം കയ്പാണല്ലോ. കർത്താവേ, എന്തു വേണ്ടു? ഏതോ ചില രാസപദാർത്ഥങ്ങൾ ആ വെള്ളത്തിൽ കടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളം കയ്പായത്. വിഷമയമായ രാസവസ്തുക്കൾ വെള്ളത്തിൽ കലർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് സംഭവിച്ചു പോയത്. അത് ആ ഭൂമിയുടെ പ്രത്യേകതയായിരിക്കാം, ആ ഭൂമിയിലെ മണ്ണിൻ്റെ പ്രത്യേകതയായിരിക്കാം, ആ മണലിൻ്റെ ആഴത്തിൽ നിന്ന് പൊങ്ങി വന്നതായ ഏതെങ്കിലും രാസവസ്തുക്കളുടെ പ്രത്യേകതയായിരിക്കാം. ഏതായാലും കുടിക്കാൻ വയ്യ, കയ്പുള്ളതാണ്. ദൈവം പറഞ്ഞു, മോശേ, നീ നിൽക്കുന്നിടത്ത് തന്നെ തൊട്ടടുത്ത് നോക്കൂ, എന്തെങ്കിലും കാണാനുണ്ടോ? മോശ വട്ടം തിരിഞ്ഞു നോക്കി, പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കർത്താവ്, ഞാൻ ആകെ കാണുന്ന ഒരു മരം എടുപ്പുണ്ടല്ലോ, വേറൊന്നും കാണുന്നില്ല. അതാ ചോദിച്ചത്, വല്ലതും ഉണ്ടോയെന്ന്. ഉണ്ട് കർത്താവേ, മരമുണ്ട്. എന്നാൽ എൻ്റെ കൊമ്പ് ഒരെണ്ണം വെട്ടി ആ വെള്ളത്തേക്കിട്. മോശയ്ക്ക് മനസ്സിലായില്ല കൊമ്പ് വെട്ടിയിടുന്നത് എന്തിനാണെന്ന്. അനുസരിച്ചു. ദൈവമക്കൾ മനസ്സിലായില്ലെങ്കിലും അനുസരിച്ചു കൊള്ളുക. അനുസരിച്ചു. മരത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ടു. ഈ വെള്ളത്തിലെമ്പാടും വ്യാപിച്ചു കിടന്ന് വിഷമയമായ കയ്പെല്ലാം ആ കൊമ്പ് വലിച്ചെടുത്തു. കൊമ്പിനുള്ളിലെ ചാറ് വെള്ളത്തിലേക്ക് പകർന്നു. പ്രിയപ്പെട്ടവരെ, ഗോകുൽത്തായിൽ യേശുക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നിന്ന് പൊട്ടിയൊഴിയ ചോരയും നീരും ഒഴുകിയിറങ്ങിയപ്പോൾ വിഷം പോയി. വിഷം ആ യേശു വലിച്ചെടുത്തു. അതുകൊണ്ടാണ് കരിനിഴൽ മീതെ വന്ന് നിരന്നത്, ഭയങ്കരമായി കൂരിട്ട് വന്നത്. യേശു ആ വിഷം മുഴുവൻ, മനുഷ്യജാതിയുടെ പാപത്തിൻ്റെ വിഷം മുഴുവൻ ആവാഹിച്ചെടുത്തു. യേശുവിൻ്റെ തിരുശരീരം കണ്ടാൽ ആളില്ല എന്ന് തോന്നുമാറ് വിരൂപമായി പോയി. അവന് മുഖസൗന്ദര്യമില്ല എന്ന് പറയുമാറ് വിരൂപനായിപ്പോയി. അവൻ്റെ കന്നത്ത് അടിയേറ്റു, അവൻ്റെ മുഖത്ത് തുപ്പലേറ്റു, ശിരസിൽ മുൾമുടിയേറ്റു, മുഖത്തുനിന്ന് രോമങ്ങൾ ചവണ കൊണ്ട് വലിച്ചു പിഴുതെടുത്തു. പ്രിയപ്പെട്ടവരെ, യേശുവിന് ചങ്കിൽ കുന്തം കൊണ്ട് കുത്തി, കൈകളും കാലുകളും തുളച്ചു. വിഷം മുഴുവൻ യേശു വലിച്ചെടുത്തു. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എന്താണ്? യേശുവിന് തിരുരക്തം ആ വെള്ളത്തിലേക്ക് പകർന്നു. മാറായിലെ കയ്പ് വെള്ളം മധുരമായി തീർന്നു. യേശുവിനോട് നടന്നാൽ ഇതുവരെയുള്ള കയ്പ് മധുരമായി തീരും. ജീവിതത്തിൽ കയ്പേറിയ അനുഭവങ്ങളിലൂടെ പോയവരാരെല്ലാം ഉണ്ട്? സ്നേഹിതരെ, നിങ്ങളുടെ കയ്പ് മാറും, നിങ്ങൾക്ക് മധുരം കിട്ടും, നിങ്ങളുടെ ജീവിതത്തിലെ യാതനകൾ മാറും, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. ഒരു നല്ല ശോഭനമായ, സന്തോഷപ്രദമായ, സമാധാന സമ്പൂർണ്ണമായ ഒരു നല്ല കാലം നിങ്ങൾക്ക് ലഭിക്കും. ആനന്ദ ഐശ്വര്യം എഴുതുന്ന മാസങ്ങളും ആണ്ടുകളും നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ അനുഗ്രഹീതരായി തീരും. നല്ല ഭാവി നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്കും തലമുറകൾക്കും ലഭിക്കും. നിങ്ങൾ മൂലം തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. യേശുവിനെ കൈക്കൊള്ളുവീൻ. യേശുവിൻ്റെ തിരുരക്തത്താൽ പാപക്ഷമയെ അനുഭവിപ്പീൻ. യേശുവിനായി ഹൃദയം തുറക്കുവീൻ. യേശുവിനോട് ചേർന്ന് നടപ്പീൻ. വാക്ക് ഇൻ വിക്ടറി, വിജയത്തിൽ നടപ്പീൻ. യേശുവിനോട് നടന്നാൽ വിജയമാണ്. യേശുവിനോട് നടന്നാൽ മാധുര്യമാണ്. യേശുവിനോട് നടന്നാൽ വിഘ്നങ്ങൾ മാറുകയാണ്. യേശുവിനോട് നടന്നാൽ വിജയം കൈവരികയാണ്. യേശുവിനോട് നടക്കുവീൻ. യേശുവിനായി ജീവിതം വേർതിപ്പീൻ. യേശുവിനോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി സ്തോത്രം. നിൻ്റെ മക്കളെ തൊട്ടതിനായി സ്തോത്രം. മക്കളെ തലോടിയതിനായി സ്തോത്രം. ഈ മക്കളുടെ മേൽ നിൻ്റെ കൃപ പകർന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ നിൻ്റെ സ്വർഗീയ വിജയത്തിൻ്റെ അത്ഭുത ശക്തി ഞങ്ങൾ അനുഭവിപ്പാൻ ഭാഗ്യം തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും സമാധാനത്തിൽ കാക്കണമേ. കുടുംബശാന്തി അയക്കണമേ. രോഗങ്ങൾ സൗഖ്യമാക്കണമേ.
ബാധകളും ബന്ധനങ്ങളും മാറ്റണമേ. ശാപങ്ങളും ദോഷങ്ങളും നീക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അടുത്ത രണ്ടാമത്തെ വരെ വേണ്ടി ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.